വയസ്സാങ്കാലത്ത് തന്റെ ആരോഗ്യത്തിന് പറ്റിയ പണിയാ. എടോ, മക്കള് ചൊവ്വല്ലെങ്കിൽ തന്നമാർക്ക് ചിലപ്പോ തോട്ടിപ്പണി വരെ ചെയ്യേണ്ടി വരും. ഏതായാലും എനിക്കങ്ങ് സന്തോഷമായി. എടോ, ഈശ്വരൻ ഉണ്ടെന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. ഇപ്പോ അത് മാധവൻ നായർക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? നാശിച്ചവനെ എന്നെ നാണം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നാലാളറിയുന്ന ഈ കരുണാകരക്കുറുപ്പിന്റെ ബന്ധു താടിമില്ലിൽ താടി ചമക്കുന്നു. എന്തൊരന്തസ്! കുറച്ച് വിഷം വാങ്ങി കുടിച്ച് തനിക്ക് ചത്തൂടിടോ. ഈ ഭൂമിയുടെ ഭാരമെങ്കിലും ഒഴിഞ്ഞു കിട്ടിയേനെ. വെക്കട്ടെ സാറേ. ഹരിതേ, മോളെ ഹരിതേ, അച്ഛാ, ഹരിത വന്നു. എന്താ അച്ഛാ? അറിഞ്ഞില്ലേ മോളെ, പണ്ട് നീ ഇവിടത്തെ മതിലെടുത്ത് ചാടി ഒരു കോന്തന്റെ കൂടെ ഒളിച്ചോടി പോയില്ലായിരുന്നോ? ഒരു എരപ്പ. അവന്റെ അച്ഛൻ മൂത്ത ഒരു നരച്ചേരപ്പ. അവനിപ്പോ കൂപ്പിൽ ആനയ്ക്ക് പകരം തടിയെടുക്കുന്ന ജോലി കിട്ടി. അപമാനം, അപമാനം! അവളുടെ അഭിമാനം നഷ്ടപ്പെട്ടു. മകളെ, വീഡിയോ ഉണ്ട്, അച്ഛൻ കാണിച്ചു തരാം കേട്ടോ. എവിടെ നോക്കട്ടെ അച്ഛാ. എവറാ ഇത്? അച്ഛനേതാ, ഞാൻ കാണിച്ചു കൊടുക്കാം. കാണാം. എവിടെ നിന്റെ ചേട്ടൻ ജഗൻ? മാധവൻ നായരുടെ ഉത്തമ മരുമകൻ. അവനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറ പ്ലീസ്. കാണട്ടെ അമ്മായിപ്പിന് മേക്കരുത്ത്. മനസ്സിലായില്ല. ഓ, ഇതേ 2 ലക്ഷം രൂപയുണ്ട്. മനോജ് വാങ്ങിയ തുകയുടെ പലിശ കുടിശ്ശിക എടുത്തിട്ട് ആ ഓട്ടോ വിട്ടുകൊടുക്കണം. സന്തോഷം. പലിശ മാത്രം 1,10,000 രൂപ പെൻഡിംഗ് ഉണ്ട്. ബാക്കി 90,000 രൂപ മുതലിൽ കുറവ് വരുത്തിയേക്കാം. ഇതാണ് പണക്കച്ചവടത്തിന്റെ രീതി. ഇത് നേര്. പക്ഷേ ഖാദർ കാണിച്ചത് നെറികേട്. മകൻ പണം പലിശക്കെടുത്തതിന് അച്ഛന്റെ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പോയത് ശരിയായില്ല. ആ വീടിന്റെ ഏക വരുമാനമാ നിങ്ങൾ കാരണം ഇല്ലാതായത്. സോറി ജഗൻ. മാല കൊണ്ട് കളഞ്ഞെന്നോ? താലി കോർത്ത മാല പോലും സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയാണ്? അച്ഛാ, അമ്മ പുറത്ത് എവിടെയും കൊണ്ടുപോയി കളഞ്ഞതല്ല. പിന്നെ അമ്മ മാലയും വളയൊക്കെ ഊരി വെച്ചിട്ട് കുളിക്കാൻ പോയതാ. തിരിച്ചു വന്ന് നോക്കിയപ്പോ ബാക്കിയെല്ലാം അവിടെ ഉണ്ട്, മാല മാത്രം കാണുന്നില്ല. പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ. സത്യം.
എടി നിന്റെ വളയും കമ്മലും ഒക്കെ അവിടെ വച്ചിട്ട് ഞാൻ കെട്ടിയ താലിമാല മാത്രം കൊണ്ടുപോകണമെങ്കിൽ എന്റെ ഏതെങ്കിലും പഴയ കാമുകാര് വന്നിട്ടുണ്ടാവും, അവരെടുത്തിട്ടുണ്ടാവും. അല്ലാതെ പിന്നെ എന്തു പറയാനാ? അല്ല, അത് പിന്നെ അവർക്കായിരിക്കുമല്ലോ ഞാൻ വീട്ടിൽ തലിവിടുമ്പോ. വയസ്സ് കാലത്ത് അപവാദമൊന്നും പറഞ്ഞുണ്ടാക്കല്ലടി. അമ്മയുടെ താലിമാല മാത്രം 8 പവൻ വരില്ലേ? അത് വിറ്റാ കിട്ടുന്ന പണം മാത്രം ആവശ്യമുള്ള ആരെങ്കിലും ആണെങ്കിലും. അടുത്തതെത്തി. ഈശ്വര, എനിക്കിതുപോലൊരു വേസ്റ്റിനെ തന്നു. എന്റെ മോന് അതിലും വലിയൊരു വേസ്റ്റ് ലോറിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അച്ഛാ, ഏതായാലും അതിവിടുന്ന് പുറത്തു പോകാൻ സാധ്യതയില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണുമല്ലോ. അത് തന്നെ എനിക്കും തോന്നുന്നത്. എടി, നീ ഏതായാലും തുണിയുടെ കൂടെ ഇട്ട് വാഷിംഗ് മെഷീനകത്തിട്ട് വാഷ് ചെയ്തായിരുന്നോ? അല്ല, കുറച്ച് നാളായിട്ട് നിന്റെ കിളി പോയി കിടക്കുക, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഇനി കാക്കയോ പരുന്തോ മറ്റോ വീട്ടിനകത്ത് കുത്തിക്കൊണ്ടുപോയതാണെങ്കിലോ? അതിനിവിടെ പരുന്തൊന്നും ഇല്ലല്ലോ അച്ഛ. പിന്നെ അതവിടെ പോയി. കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ. അതിനിവിടെ എവിടെയാണ് ഈ കുടമിരിക്കുന്നേ? അച്ഛാ,